Dear students, in the last class we learned about addition theorem of probability in detail, and today we are going to discuss about the multiplication theorem of probability. You know, multiplication theorem is explained by classifying the events as independent events and dependent events. അതിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇഫ് ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, then the probability of the occurrence of both will be the product of their individual probability. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത്? രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ ആ രണ്ട് ഇവൻറ്റും സംഭവിക്കാനുള്ള സാധ്യത, അതായത് ഒക്കറൻസ് ഓഫ് ബോത്ത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, or probability of A intersection B and or intersection A intersection B is equal to P of A into P of B. If we want to find the probability of A, B and C, then it is denoted as probability of A intersection B intersection C is equal to P of A into P of B into P of C. Okay. For example, suppose two coins are tossed. What is the probability of getting both heads? രണ്ടും ഹെഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ നമുക്കറിയാം ദി ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. എന്തുകൊണ്ടാണ്? രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കോയിനിൽ കിട്ടുന്ന ഔട്ട്കം എന്താണ്? അത് അടുത്ത കോയിൻ്റെ ഔട്ട്കത്തെ യാതൊരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റാണ് കാണേണ്ടത് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ കോയിനും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണല്ലോ. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ 1 coin, ഫസ്റ്റ് കോയിൻ, ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ദി സെക്കൻഡ് കോയിൻ. സെക്കൻഡ് കോയിനിലും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/4 ആണ്. അപ്പോൾ രണ്ടും ഹെഡ് ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അത് നമുക്ക് ശരിയല്ലേ എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. നോക്കൂ, ഇവിടെ രണ്ട് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വരിക? HH വരാം, HT വരാം, TH വരാം, TT വരാം. ഓക്കെ, അപ്പോൾ രണ്ടും ഹെഡ് വരുന്നത് ഒന്നേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം 4 ആണ്, ഫേവറബിൾ ഔട്ട്കം 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ഈസ് ഈക്വൽ ടു 1/4 ആണ്. ക്ലിയർ? അപ്പോൾ ഈ 1/4 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/2 1/4 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ അവ രണ്ടും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റിന് തുല്യമാണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, once again ഓർക്കുക, ഇഫ് events are independent, then the probability for the occurrence of both will be equal to the product of their individual probability. അപ്പോൾ A intersection B equal to P of A into P of B. ഇനി 3 ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ P of A intersection B intersection C is equal to P of A into P of B into P of C. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവൻറ്റ്സ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ സിംഗിൾ കോയിൻ ഈസ് ടോസ്ഡ് 3 times. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ഓൾ ദി 3 cases? അപ്പോൾ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നു. അത് 3 കോയിൻ ഒരു തവണ ടോസ് ചെയ്യുന്നു എന്ന് പറയുന്നതും സെയിം ആണ്.
ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ഒരു കോയിൻ 3 തവണയാണ് ടോസ് ചെയ്യുന്നത്. ഒന്നാമത്തെ തവണ കിട്ടിയിരിക്കുന്ന ഔട്ട്കം രണ്ടാമത്തെ തവണ കിട്ടേണ്ട ഔട്ട്കത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതേപോലെ മൂന്നാമത്തെ തവണ കിട്ടേണ്ട ഔട്ട്കത്തെയും യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ മൂന്നിലും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ഹെഡ് കിട്ടുന്ന പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് എന്ന് നാം കണ്ടു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ദി 3 ടോസസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ദി ഫസ്റ്റ് ടോസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ദി സെക്കൻഡ് ടോസ് into probability of getting head in the third toss. Okay, means 1/2 into 1/2 into 1/2, that is equal to 1/8. വേണമെങ്കിൽ നമ്മളൊന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്ന 3 കോയിൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുമ്പോൾ വരിക, ആദ്യത്തേത് ഹെഡ് ആവുന്നു, രണ്ടാമത്തെ ടോസിൽ ഹെഡ് ആവുന്നു, മൂന്നാമത്തെ ടോസിൽ ഹെഡ് ആവുന്നു. ഓക്കെ, അല്ലെങ്കിൽ HHT ആവുന്നു, അല്ലെങ്കിൽ HTH ആവുന്നു, THH ആവുന്നു. അപ്പോൾ ആദ്യത്തേത് 3 ഹെഡ്, പിന്നീടുള്ള 2 ഹെഡും ഒരു ടെയിലുമാണ്. പിന്നീട് വരുന്ന 1 ഹെഡും 2 ടെയിലും, HTT, THT, TTH. അവസാനം എല്ലാം ടെയിലാവുന്നു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ഇതാ 3 ഹെഡ് വരുന്ന ഒറ്റ ഒരു കേസേ ഉള്ളൂ ഈ 8 എണ്ണത്തിൽ, 1/8. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? 3 കോയിൻസ് ആർ ടോസ്ഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ്സ്? അത് തന്നെയാണ് തൊട്ട് മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എ സിംഗിൾ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ് എന്ന് പറഞ്ഞാലും 3 കോയിൻസ് ആർ ടോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സെയിം തന്നെയാണ്. ആൻസർ 1/8. A bag contains 5 white balls and 8 black balls. One ball is drawn at random from the bag and is then replaced. Again, another one is drawn. Find the probability that both the balls drawn are white. അപ്പോൾ ബാഗിനകത്ത് 5 വൈറ്റും 8 ബ്ലാക്ക് ബോൾസും ആണ് ഉള്ളത്. ഒരു ബോൾ ഡ്രോ ചെയ്യുന്നു. ഡ്രോ ചെയ്ത ശേഷം ആ ബോൾ എടുത്തതിന് ശേഷം വീണ്ടും ആ ബാഗിനകത്ത് തന്നെ നിക്ഷേപിക്കുന്നത്, ദെൻ ഈസ് റീപ്ലേസ്ഡ് എന്ന് പറയുന്നു. വീണ്ടും ബാഗിനകത്ത് തന്നെ ഇടും. രണ്ടാമതൊരു ബോൾ കൂടി എടുക്കുകയാണ്. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ്. അപ്പോൾ ആദ്യം വൈറ്റ് എടുക്കുന്ന ആദ്യത്തെ ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ, 5/13 ആണെന്നറിയാം. ഓക്കെ, 5/13 ആണ്. രണ്ടാമത് ബോൾ എടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ ബോൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ബാഗിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ബോൾ എടുത്ത് കഴിയുമ്പോൾ ബോൾ എടുക്കുന്ന സമയത്ത് അതും വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി 5/13 തന്നെയാണ്. അതായത് ആദ്യ ബോൾ എടുത്തത് രണ്ടാമത് ബോൾ എടുക്കുന്നതിന് യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണെന്ന് അർത്ഥം. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ബോൾ നമ്മൾ ഡ്രോ ചെയ്യുന്നതിന് മുൻപ് ആദ്യത്തെ ബോൾ ബാഗിനകത്ത് തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അതേ അവസ്ഥ തന്നെയാണ് രണ്ടാമത് ബോൾ ഡ്രോ ചെയ്യുന്നതിലും വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഇൻ ഫസ്റ്റ് ഡ്രോ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഇൻ ദി സെക്കൻഡ് ഡ്രോ ആണ് വരിക. അപ്പോൾ 5/13 ഇൻറ്റു 5/13 എന്നാണ് വരിക. 25/169 ഈക്വൽ ടു 0.1479 എന്ന് വരും. ക്ലിയർ? Next question. A bag contains 4 white and 5 black balls. 2 balls are drawn one after another with replacement. 2 ബോൾ ഡ്രോ ചെയ്യുന്നു, ഒന്നിനു പിറകെ ഒന്നായി. പക്ഷേ ഒന്നെടുത്ത ശേഷം വീണ്ടും റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ, ആ ബാഗിനകത്ത് തന്നെ ഇട്ടതിന് ശേഷമാമത് രണ്ടാമത് ബോൾ ഡ്രോ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി ഫസ്റ്റ് ഡ്രോ ഗിവ്സ് എ ബ്ലാക്ക് ബോൾ ആൻഡ് ദി സെക്കൻഡ് ഡ്രോ ഗിവ്സ് എ വൈറ്റ് ബോൾ? ഫസ്റ്റ് ബ്ലാക്ക് ആവണമെങ്കിലുള്ള പ്രോബബിലിറ്റി എന്താ? അപ്പോൾ ഇവിടെ ആദ്യത്തെ ബോൾ എടുക്കുന്നത് രണ്ടാമത്തെ ബോൾ എടുക്കുന്നതിനെ യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം ആദ്യ ബോൾ എടുത്ത് രണ്ടാമത്തെ ബോൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ബോൾ ബാഗിനകത്ത് തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. ഓക്കെ, ദി ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആദ്യത്തതിൽ ബ്ലാക്കും രണ്ടാമത്തതിൽ വൈറ്റ് ബോളും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയും രണ്ടാമത്തെ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റിയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഓക്കെ, ഇവൻസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 4 ആദ്യത്തെ ബ്ലാക്ക് ആവുക എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ദാറ്റ് എ ബ്ലാക്ക് ബോൾ ആൻഡ് സെക്കൻഡ് റോ വൈറ്റ് ബോൾ. ആദ്യത്തെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 5/9. 5/9 ഇൻറ്റു 4/9 വരും. ഓക്കെ, 0.2469 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Probability of A equal to 4/5. Probability of B equal to 3/5. Find probability of A intersection B if A and B are independent. A യും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആണ്. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അവ രണ്ട് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A intersection B is equal to P of A into P of B. 4/5 into 3/5, 12/5 equal to 0.48. Okay. The next one, if P of A equal to 2/5, P of B equal to 3/8 and probability of A intersection B is equal to 1/20. Examine A and B are independent. A യും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പരിശോധിക്കാനാണ് പറയുന്നത്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ നമുക്കറിയാം A intersection B എന്ന് പറയുന്നത് ഈ P of A into P of B ആയിരിക്കും. ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ P of A intersection B തന്നിട്ടുണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് P of A into P of B നമുക്ക് ഏത് കിട്ടണം? 1/20 കിട്ടുന്നുവെങ്കിൽ ദി ഇവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2/5 into 3/8 ഈക്വൽ ടു 4/6/40 ഈസ് ഈക്വൽ ടു 3/20 ആണ് വരുന്നത്. ഇപ്പോൾ P of A intersection B എന്ന് പറയുന്നത് വേണ്ടിയിരുന്നത് 3/20, പക്ഷേ യഥാർത്ഥത്തിലുള്ളത് 1/20 ആണ്, ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ P of A intersection B നോട്ട് ഈക്വൽ ടു P of A into P of B. സോ A and B are not independent എന്ന് പറഞ്ഞാൽ A and B are dependent events എന്നർത്ഥം. ക്ലിയർ? നെക്സ്റ്റ് വൺ, probability that Mr. A will pass paper 1 is 0.3 and probability that he will pass paper 2 is 0.7. What is the probability that he will pass both the papers? Assume passing the two papers are independent. അപ്പോൾ രണ്ട് പേപ്പർ പാസ്സാകുന്നു എന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഒന്ന് പാസ്സായതുകൊണ്ട് രണ്ടാമത്തെ പാസ്സാകും അല്ലെ പാസ്സാകില്ല, രണ്ടാമത്തതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ്. അപ്പോൾ രണ്ട് പേപ്പറും പാസ്സാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ടു പേപ്പർ ഈസ് ഈക്വൽ ടു probability of passing first paper into probability of passing second paper, means 0.3 into 0.7 equal to 0.21. Clear? ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ തിയറം അതുമായി ബന്ധപ്പെട്ടുള്ളായിരുന്നു. പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ തന്നെ ഇവൻസ് ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത്, ഇൻഡിപെൻഡൻസ് ഇവൻസ് ആകുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലംസാണ് നമ്മൾ ഇതുവരെയും 5-6 പ്രോബ്ലംസായി ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ആ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഇവൻസ്. ഡിപ്പെൻഡൻറ്റ് ഇവൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം അടുത്ത ഔട്ട്കത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഇവൻസ് ആണ് എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻറ്റ് ഇവൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇഫ് ടു ഇവൻസ് A and B are dependent, then the probability for the occurrence of both will be the product of probability of A and the probability of B given A is already occurred. അപ്പോൾ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആയിരുന്നെങ്കിൽ എന്താണോ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ പറയുന്നത് ആ മൾട്ടിപ്ലിക്കേഷൻ തിയറം? ഇഫ് ടു ഇവൻസ് A and B are dependent ആണെങ്കിൽ then the probability for the occurrence of both എന്താ രണ്ടും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്തിന് തുല്യ? ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് A and probability of B given A is already occurred. അപ്പോൾ എന്തിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്? P of A and B അല്ലെങ്കിൽ P of A intersection B is equal to P of A into P of B given A. ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, P of B given A.
അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ആദ്യം എ സംഭവിച്ചിട്ടുണ്ട്, ആദ്യം എ സംഭവിച്ചത് കൊണ്ട് ബി രണ്ടാമത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. എ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന നിബന്ധനയോടുകൂടി പ്രോബബിലിറ്റി ഓഫ് ബി, അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാകുമ്പോൾ 3 ഇവൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ് എങ്കിൽ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ എ ബി. ഓക്കെ, അപ്പോൾ എ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ബി, എയും ബിയും നേരത്തെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടീഷനോടുകൂടി പ്രോബബിലിറ്റി ഓഫ് സി. ഓക്കെ, യെസ്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻറ്റ് ഇവൻസിൻ്റെ കേസിൽ ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ കിങ് ആൻഡ് ക്വീൻ in that order from a pack of cards in 2 consecutive draws, the cards drawn not being replaced. ഇപ്പോൾ ഒരു വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് 2 കാർഡ് ഡ്രോ ചെയ്യുകയാണ്, ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട്. ആദ്യ കാർഡ് എടുത്തത് രണ്ടാമത്തെ കാർഡ് ഡ്രോ ചെയ്യുന്നതിന് മുൻപേ ബോക്സിനകത്ത് റീപ്ലേസ് ചെയ്യുന്നില്ല, നോട്ട് ബീയിങ് റീപ്ലേസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കാർഡ് ഡ്രോ ചെയ്യുമ്പോൾ 52 കാർഡിൽ നിന്നാണ് നമ്മളൊരു കാർഡ് എടുക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ആദ്യം എടുത്ത കാർഡ് അതിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കാർഡ് എടുക്കുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവൻസ് ആർ ഡിപ്പെൻഡൻറ്റ് എന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ കിങ് ആൻഡ് എ ക്വീൻ ഇൻ ദാറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാർഡിൽ കിങ്ങും രണ്ടാമത്തതിൽ ക്യൂനും ലഭിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഇൻ ഫസ്റ്റ് ഡ്രോ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യൂൻ ഇൻ ദി സെക്കൻഡ് ഡ്രോ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ക്യൂൻ ഇൻ ഫസ്റ്റ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഇൻ ദി സെക്കൻഡ് റോയിൽ കിങ് ആവണം. ഓക്കെ, അതിനുള്ളൂ. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഇൻ ഫസ്റ്റ് ഡ്രോ? എത്ര കിങ് ഒരു കാർഡ്സിനകത്ത് ഉണ്ടാവുക? ഒരു ബോക്സ് കാർഡ്സ് അതിനകത്ത് 4 കിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ 4/52. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ തവണ കിങ് ഡ്രോ ചെയ്തു എന്നുള്ള നിബന്ധനയോടുകൂടി ഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കാർഡ്സ് എത്രയുണ്ടാവും? 51 ഉണ്ടാവും. അപ്പോൾ രണ്ടാമതൊരു കാർഡ് എടുക്കുമ്പോൾ ക്യൂന് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4 ക്യൂന് ഉണ്ടാവും, 4/51 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒന്നാമതൊരു കാർഡ് എടുത്തു എന്നുള്ള കാര്യം രണ്ടാമത്തെ ആ പ്രോബബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. 2 സിറ്റുവേഷനും ഒരുപോലെയല്ല എന്നർത്ഥം. അപ്പോൾ ഇവൻസ് ആർ ഡിപ്പെൻഡൻ്റ് എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4/52 ഇൻറ്റു 4/51 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞില്ലേ? അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യൂൻ ഗിവൺ കിങ് ഹാസ് ഡ്രോൺ അറ്റ് ഫസ്റ്റ്. ആദ്യം കിങ് എടുത്തിട്ടുണ്ട്, കിങ് ആദ്യമേ തന്നെ ഫസ്റ്റ് ഡ്രോയിൽ കിങ് എടുത്തു എന്നുള്ള കണ്ടീഷനോടുകൂടി രണ്ടാമതൊരു കാർഡ് എടുക്കുമ്പോൾ ക്യൂന് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് 4/51. ഓക്കെ, അതിൻ്റെ പ്രോഡക്റ്റ് 16/2652 = 0.00603. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബാഗ് കണ്ടെയ്ൻസ് 5 വൈറ്റ് ബോൾസ് ആൻഡ് 8 ബ്ലാക്ക് ബോൾസ്. 1 ball is drawn at random from the bag. Again, another ball is drawn without replacing the first ball. Find the probability that both the balls drawn are white. ഇപ്പോൾ ബാഗിനകത്ത് 5 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളും, അങ്ങനെ മൊത്തം 13 ബോൾസാണുള്ളത്. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, അത് റീപ്ലേസ് ചെയ്യാതെ രണ്ടാമതൊരു ബോൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദി ഇവൻസ് ആർ ഡിപ്പെൻഡൻറ്റ്.
ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും രണ്ട് ഡ്രോയിലും വൈറ്റ് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഇൻ 2 draws is equal to probability of getting white ball in the first draw and the probability of getting white ball in the first draw given that white is drawn at first. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടീഷൻ വെച്ചുകൊണ്ട് പറയുന്നതാണ് പ്രോബബിലിറ്റി. ആദ്യം വൈറ്റ് എടുത്തേ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ തവണയും വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യം വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 5/13 ആണ്. രണ്ടാമത് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആദ്യം വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 4 വൈറ്റ് ബോൾ ഉണ്ടാവും, മൊത്തം ബോൾ 12 ഉണ്ടാവും. ഓക്കെ, 4/12. 5/13 into 4/12 equal to 0.1282. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കോമ്പിനേഷൻ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ രീതിയിലും പറയാം. ഇവിടെ ഒരൊറ്റ ബോളെ നമ്മൾ ഡ്രോ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കോമ്പിനേഷൻ്റെ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കോമ്പിനേഷൻ പ്രകാരം നമ്മൾ പറയും 5C1, അതായത് ആദ്യത്തെ ഡ്രോയിൽ വൈറ്റ് ബോൾ കിട്ടണമെങ്കിൽ ഈ 5-ൽ നിന്ന് 1 കിട്ടണം. 5C1 13-ൽ നിന്ന് 1 എടുക്കുമ്പോൾ 5-ൽ നിന്ന് 1 കിട്ടുക. ഓക്കെ, പിന്നെയുള്ള വൈറ്റ് ബോൾ 4 ആണ്, അപ്പോൾ ഈ 4-ൽ നിന്ന് 1 കിട്ടണം, മൊത്തമുള്ള 12-ൽ നിന്ന് 1 എടുക്കുമ്പോൾ. അപ്പോൾ 4C1/12C1, 5C1/13C1 into 4C1/12C1. ഇങ്ങനെ നമുക്ക് ആ കോമ്പിനേഷൻ എക്സ്പ്രഷനിൽ കാണിക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യുന്നത് സിംഗിൾ ബോളാണ്. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, പിന്നീട് ഒരു ബോൾ എടുക്കുന്നു. ഒന്നിച്ചെടുക്കുന്ന സമയത്ത് ആ കോമ്പിനേഷൻ്റെ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ബാഗ് കണ്ടെയ്ൻസ് 10 items ഓഫ് വിച്ച് 4 are defectives. 3 items are drawn one after another without a replacement. What is the probability that all the 3 items drawn are defectives? Question clear ആയല്ലോ? അപ്പോൾ ബാഗിനകത്ത് 10 items ആണുള്ളത്, 4 എണ്ണം ഡിഫക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ 6 എണ്ണം നല്ലതാണ്, മൊത്തം ഉള്ളത് 10. 3 items are drawn one after another without replacement. ഇപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഓരോ തവണയും ഐറ്റം ഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ആ സിറ്റുവേഷൻ, മൊത്തം ആ സിറ്റുവേഷൻ മാറി വരുന്നുണ്ട്. ഓക്കെ, ആദ്യം ഡ്രോ ചെയ്യുമ്പോൾ 10 ബോളിൽ നിന്നാണ് ഒന്ന് ഡ്രോ ചെയ്യുന്നത്, ശരിയല്ലേ? പിന്നീട് റീപ്ലേസ് ചെയ്യാതെ രണ്ടാമതൊരു ബോൾ ഡ്രോ ചെയ്യുമ്പോൾ ബാക്കിയുള്ള 9-ൽ നിന്നാണ് ബോൾ എടുക്കുന്നത്. അത് റീപ്ലേസ് ചെയ്യാതെ മൂന്നാമതൊരു ബോൾ എടുക്കുമ്പോൾ പിന്നീടുള്ള 8 ബോളിൽ നിന്നാണ് മൂന്നാമത്തെ ബോൾ ഡ്രോ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദി 3 items ഡ്രോൺ ആർ ഡിഫക്റ്റീവ്? ഡ്രോ ചെയ്തിട്ടുള്ള 3 ഡ്രോയിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം ആകാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഡിഫക്റ്റീവ്സ് ഇൻ ഓൾ ദി 3 draws ഈസ് ഈക്വൽ ടു probability of getting defective in first draw into probability of getting defective in second draw into probability of getting defective in the third draw. ഓക്കെ, അപ്പോൾ ആദ്യ ഡ്രോയിൽ നമുക്ക് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി, മൊത്തമുള്ള ഡിഫക്റ്റീവ് 4 ആണ്, മൊത്തമുള്ള ബോൾസ് 10 ആണ്, അപ്പോൾ 4/10. ഓക്കെ, സെക്കൻഡ് ഡ്രോയിൽ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രോയിൽ ഒരു ഡിഫക്റ്റീവ് എടുത്തു എന്ന നിബന്ധനയോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്രോയിൽ ഒരു ഡിഫക്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ഡിഫക്റ്റീവ് 3 ഉണ്ടാവും, മൊത്തം ബോൾ 9 ഉണ്ടാവും, 3/9. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഡ്രോയിലും സെക്കൻഡ് ഡ്രോയിലും ഓരോ ഡിഫക്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡിഫക്റ്റീവ്സ് 2 ഉണ്ടാവും. ഈ 2-ൽ നിന്നാണ് ഒന്നെടുക്കുന്നത്. അപ്പോൾ 2 മൊത്തം ബോളുകൾ എത്രയുണ്ടാവും? 8 ഉണ്ടാവും. അപ്പോൾ 2/8. അപ്പോൾ 4/10 into 3/9 into 2/8 equal to 24/720 is equal to 0.033 എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. A box contains 6 white balls and 6 black balls. 2 draws of 2 balls at a time are made such that the balls are not replaced before the second try. Find the probability that 2 balls drawn at first trial are white and that the second trial are black. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്രോബ്ലം. എന്തുകൊണ്ടാണ് പറയുന്നത്?
ബോക്സിനകത്ത് 6 വൈറ്റ് ബോൾ ഉണ്ട്, 6 ബ്ലാക്ക് ബോൾ ഉണ്ട്. 2 ഡ്രോസ് ഓഫ് 2 ബോൾസ്, അതാണ് 2 ബോളുകളാണ് ഡ്രോ ചെയ്യുന്നത് 2 തവണ. അപ്പം നമ്മൾ ബോക്സിനകത്ത് കൈയിട്ട് 2 ബോൾ ഒന്നിച്ചെടുക്കുകയാണ്. പിന്നീട് ആ 2 ബോൾ റീപ്ലേസ് ചെയ്യാതെ വീണ്ടും 2 ബോൾ ഒന്നിച്ചെടുക്കുന്നു. അങ്ങനെ 2 ബോളുകൾ വീതം 2 തവണ എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യ തവണ സെലക്ട് ചെയ്യുമ്പോൾ 2 ബോൾ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് കോമ്പിനേഷൻ്റെ ആ കൗണ്ടിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്. ക്ലിയർ? ഇപ്പം നോക്കാം, നമുക്ക് 6ഉം 6ഉമാണ്, 6 വൈറ്റും 6 ബ്ലാക്കുമാണ്. ആദ്യത്തെ തവണ 2 വൈറ്റ് ബോൾ കിട്ടാനും രണ്ടാമത്തെ തവണ 2ഉം ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയെ ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ തവണ 2 വൈറ്റും രണ്ടാമത്തെ തവണ 2 ബ്ലാക്കും ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ബോൾ ഇൻ ഫസ്റ്റ് ഡ്രോ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 ബ്ലാക്ക് ബോൾസ് ഇൻ സെക്കൻഡ് ഡ്രോ ഗിവൺ ദാറ്റ് 2 വൈറ്റ് ബോൾസ് ആർ ഡ്രോൺ അറ്റ് ഫസ്റ്റ്. ഓക്കെ, അതാണല്ലോ. അതായത് ആദ്യ തവണ 2 വൈറ്റ് ബോൾ എടുത്ത ആ ഒരു കണ്ടീഷനോട് കൂടി പറയാണ് ആ ആദ്യ ഡ്രോയിൽ 2 വൈറ്റ് ബോൾ എടുത്തെങ്കിൽ സെക്കൻഡ് ഡ്രോയിൽ 2 ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഡ്രോയിൽ 2 വൈറ്റ് കിട്ടണമെങ്കിൽ ഈ 6 വൈറ്റിൽ നിന്ന് 12 ബോളാണുള്ളത്. 12ൽ നിന്ന് 2 എടുക്കുമ്പോൾ 6 വൈറ്റിൽ നിന്ന് 2 എണ്ണം എടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഈ 6ൽ നിന്ന് 2 കിട്ടുന്ന 6c2 ഡിവൈഡഡ് ബൈ 12c2, 6c2 ഡിവൈഡഡ് ബൈ 12c2. ഓക്കെ, ഇൻറ്റു രണ്ടാമത്തെ തവണ ഡ്രോ ചെയ്യുമ്പോൾ 2 ബോളും ബ്ലാക്ക് ആകണമെങ്കിൽ ഇതിൽ നിന്ന് വേണം 2 എണ്ണം കിട്ടാൻ, 6 ബ്ലാക്കിൽ നിന്ന്. പക്ഷേ ടോട്ടൽ ബോളുകളുടെ എണ്ണം 10 ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10ൽ നിന്ന് 2 എടുക്കുമ്പോൾ 6 ബ്ലാക്കിൽ നിന്ന് 2 കിട്ടണം. അപ്പോൾ 6c2 ഡിവൈഡഡ് ബൈ 10c2. ഓക്കെ, ഇപ്പോൾ കോമ്പിനേഷൻ എക്സ്പ്രഷൻ കിട്ടുകയേ വേണ്ടൂ. പിന്നീട് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ് പ്രത്യേകമായിട്ട്. അപ്പോൾ ആൻസർ 0.0758 എന്ന് വരും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ബാഗ് കണ്ടെയ്ൻസ് 3 വൈറ്റ് 4 ബ്ലാക്ക് ആൻഡ് 5 റെഡ് ബോൾസ്. 3 തരത്തിലുള്ള ബോളുകൾ, 3ഉം 4ഉം 7ഉം 5ഉം 12, 12 ബോൾസ് ആണ് ടോട്ടൽ ഉള്ളത്. 3 balls are drawn at random, one after another without replacement. 3 ബോളാണ് എടുക്കുന്നത്, ഒന്നിന് പുറകെ ഒന്നായിട്ടാണ്, അല്ലാതെ ഒന്നിച്ചൊരൊറ്റ ഡ്രോയിൽ 3 എണ്ണം എടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു ബോൾ എടുത്തു, വീണ്ടും ഒരു ബോൾ എടുക്കുന്നു, മൂന്നാമത് തവണ ഒരു ബോൾ കൂടി എടുക്കുന്നു. പക്ഷേ ഓരോ തവണ ബോൾ എടുക്കുന്ന സമയത്തും ആ നേരത്തെ എടുത്ത ബോൾ റീപ്ലേസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദി ഇവൻസ് ആർ ഡിപ്പെൻഡൻ്റ് എന്നർത്ഥം. ക്ലിയർ? Find the probability that first one is white, second one is black and the third one is red. ആദ്യത്തെ തവണ കിട്ടിയിരിക്കുന്നത് വൈറ്റും, സെക്കൻഡിൽ ബ്ലാക്കും, തേർഡിൽ റെഡും ആകാനുള്ള പ്രോബബിലിറ്റി എന്താ? ആദ്യത്തേത് വൈറ്റ് ആവണമെങ്കിൽ ആദ്യത്തെ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 3/12 ആയിരിക്കുമല്ലോ. 3/12 ഇൻറ്റു രണ്ടാമത്തതിൽ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി 4/11 ആണ്. 4 ബ്ലാക്ക് ആണുള്ളത്, പക്ഷേ ആദ്യം ഒരു വൈറ്റ് എടുത്തു, അതുകൊണ്ട് ടോട്ടൽ ബോളുകളുടെ എണ്ണം 11 ആയി കുറഞ്ഞു. 4/11 ഇൻറ്റു ഓക്കെ, അവസാനത്തെ ഡ്രോയിൽ ബ്ലാക്ക് ആവാനുള്ള റെഡ് ആവാനുള്ള 5 ബോൾസ് ആണുള്ളത്. ഈ 5ൽ നിന്ന് 1 എടുക്കുന്നത്, അപ്പം മൊത്തമുള്ള ബോളുകൾ 10 ആയി കുറഞ്ഞു. ഓക്കെ, അപ്പം 5/10. Okay, 3/12 into 4/11 into 5/10 equal to 60/1320 equal to 0.04545. Clear? ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ തിയറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഏത് കേസിൽ? ഇവൻസ് ഡിപ്പെൻഡൻ്റ് ആകുന്ന കേസിൽ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഇന്നത്തെ. ഓക്കെ, താങ്ക് യു.